ഈ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വാർത്തയുടെ സമയത്തിലേക്കാണ് ദ ബിഗസ്റ്റിലേക്ക്. പ്രിയപ്പെട്ടവരെ, വീട് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചതിൽ PV അൻവറിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വരികയാണ്. വീടുകളിലെത്തിയും നേരിട്ട് സംസാരിച്ചുമാണ് വീടുകൾ പൂർത്തീകരിക്കാമെന്ന് അൻവർ ഉറപ്പു നൽകിയത്. തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിരുന്നു. മണ്ഡലത്തിൽ ഓഫീസ് തുറക്കുമെന്നും 5 വർഷത്തോളം ഓഫീസ് തുറന്നു പ്രവർത്തിക്കുമെന്നും അറിയിച്ചു. അൻവറിന്റെ വാക്കിൽ വിശ്വസിച്ച തങ്ങളുടെ പ്രതീക്ഷ നശിച്ചുവെന്നും വഞ്ചിതരായ ചേലക്കരയിലെ നിർധന കുടുംബാംഗങ്ങൾ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. മഴയത്ത് ഞാൻ വീണതാ, ഒരു 2-3 കൊല്ലമായി വീണിട്ട്. അപ്പം പിന്നെ നിവൃത്തിയില്ലാതെ വാടകയ്ക്ക് പോകാം. നമ്മൾ വീട് കയറ്റി തരാം, ഇലക്ഷൻ ആകുമ്പോഴേക്കും വീട് കയറ്റി തരാം. അപ്പോൾ 5 കൊല്ലം ഇവിടെ ഒരു ഓഫീസ് ഉണ്ടാകുന്ന പറഞ്ഞു. ഇപ്പോൾ ആ ഓഫീസിൻ്റെ പൊടിയേ ഇല്ല. ആ ഉറപ്പ് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഓഫീസിൽ പോയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, എഴുതി കൊടുക്കുകയും ചെയ്തു. അൻവർ തന്നെ നേരിട്ട് വന്നു, മോളുടെ അടുത്ത് നേരിട്ട് വന്ന് ഞങ്ങൾ സംസാരിച്ച് അവിടെ നിന്നിട്ട് പള്ളിയിൽ നിന്നൊക്കെ ഒപ്പ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പള്ളിയിലൊക്കെ ഒപ്പ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ കൊടുത്തത്. പള്ളിക്കാരൊക്കെ ഒപ്പിട്ട് തന്നു. വീട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ട് അവർ ഒപ്പൊക്കെ ഇട്ട് തന്നു. പിന്നെ അത് ഇവിടെ കൊണ്ട് കൊടുക്കും ചെയ്യും. ഇവർ ഓഫീസിൽ കൊണ്ട് കൊടുത്തു, അപേക്ഷ വെച്ചു. ഓരോരുത്തർക്കായിട്ട് കയറ്റി കൊടുക്കാമെന്നാണ് പറഞ്ഞു. ഇപ്പോൾ ഒരു ഓഫീസ് ഇല്ല അവിടെ. ഞങ്ങൾക്ക് അവർ വന്ന് പറഞ്ഞപ്പോൾ നല്ല വിശ്വാസം ഉണ്ടായി. 2 മാസത്തിൻ്റെ ഉള്ളിൽ അവർ കയറ്റി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായി. അത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് കയറില്ലോ എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഞങ്ങൾ ചെയ്തത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ 4 ദിവസം തന്നെ ഇവിടെ പണിതിട്ടുള്ളൂ. പണിതിട്ട് വന്ന പണി തന്നെ അവർ മുഴുവനാക്കിയിട്ടില്ല. അങ്ങനെ അവർ പോയിട്ട് ഇപ്പോൾ 9 മാസം കഴിഞ്ഞു. ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് പേടി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അത് ഞങ്ങൾ അവരുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും പേടിയാണ് ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുക എന്നുള്ളത്. ഞങ്ങളതിനെ അവരായിട്ടുള്ള കോൺട്രാക്റ്റ് ഞങ്ങൾക്കില്ല. ഇവിടെ വേറൊരാൾ വെട്ടിക്കാട്ടിയിട്ടുള്ള ഒരാളായിട്ടുള്ള കോൺട്രാക്റ്റാണ്. അയാളേനെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ഇപ്പോൾ 2 ആഴ്ച മുന്നേ ആളേനെ വിളിച്ചു, എൻ്റെ മകനെ വിളിച്ചു, തൃശ്ശൂർക്ക് വരുന്നുണ്ട് വെച്ചെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ പോയായിരുന്നു. പോയപ്പോൾ ആൾ പറഞ്ഞത്ര ഇനി അത്രയും പെട്ടെന്ന് പണി തുടങ്ങാൻ അങ്ങനെ പകുതി ആക്കിയിട്ട് വീടുകൾ കുറേ ഉണ്ട്. 1000 കട്ട ഞങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവരെടുത്തു. പിന്നെ അവർ1 ലോഡ് കട്ട ഇറക്കി, 1 വണ്ടി മണലും ഇറക്കി. അതാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കട്ടിലും ജനാലകളും ഇതാണ് അവർ ചെയ്തിറക്കുന്നത്. ഇവരെ ചോദിക്കുമ്പോൾ അവർ കെട്ടി തരാം, പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് പാസ്സായതാണ്. ഇതിങ്ങനെ കെട്ടിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ലൈഫിൽ വീട് പാസ്സായി എന്ന് പറഞ്ഞിട്ട് വന്നത്. പറഞ്ഞിട്ട് അപ്പോൾ ഇത് കെട്ടിയ കാരണം കൊണ്ട് അത് ക്യാൻസലാക്കി. അപ്പോൾ അതും കിട്ടാതെയായി. ആൾ പറഞ്ഞു 6 മാസത്തിൻ്റെ ഉള്ളിൽ വീട് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ആ ഇലക്ഷൻ സമയമായിരുന്നു. അപ്പോൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. അപേക്ഷ കൊടുക്കാൻ പോയപ്പോഴും പറഞ്ഞു ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരാം. ഒന്നും തന്നില്ല, ഞങ്ങൾ അപേക്ഷ കൊടുത്തു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കൊടുത്തിട്ട് ഇനി ആർക്കും കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്കിപ്പോൾ തോന്നുന്നില്ല അത് കിട്ടുന്നു. ഇതിപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് അവരൊരു വിവരവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ എങ്ങനെ എവിടെ പോയിട്ട് അന്വേഷിക്കണം, അവരെവിടെയുള്ള എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. സഹായിക്കാതെ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പിന്നെ അതിനെ കുറിച്ചിട്ട് വർത്തമാനവും കാര്യങ്ങളും ആൾ വന്നിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പണിയായിട്ട് വരുമ്പോൾ പറഞ്ഞു അങ്ങനെ വന്നു പോയിട്ട് കാര്യങ്ങൾ നടക്കട്ടെ, നമ്മുടെ സ്ഥാപനമില്ലേ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിപ്പോൾ ഈ കേട്ട സുനിൽകുമാറിന്റെയും കുഞ്ഞുലക്ഷ്മിയുടെയും അനിതയുടെയും ജന്നത്തിന്റെയും ഒക്കെ വാക്കുകൾ ഇവർക്കെല്ലാവരുടെയും ആവശ്യമായിരുന്നത് സ്വന്തമായിട്ട് ഒരു കിടപ്പാടമായിരുന്നു. അങ്ങനെ PV അൻവറിനെ വിശ്വസിച്ച് ആ കിടപ്പാടം നഷ്ടപ്പെടുത്തിയവരാണ് ഇവരെല്ലാം. മാത്രമല്ല, ഇനി എന്ത് എന്നുള്ളത് അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാത്രം നിലനിൽക്കുന്നു. PV അൻവർ ഇനി ഇവരെ തിരിഞ്ഞു നോക്കുമെന്നൊരു വിശ്വാസം പോലും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കൊടിയ വിശ്വാസ വഞ്ചനയാണ് അവിടെ നടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ലെവിൻ കെ വിജയനോട് നമുക്കിപ്പം ലെവിനെ, ഇത് 1, 2, 10 പേരല്ല ലെവിൻ, ഒരുപാട് പേരാണ് ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം വീട് പോലും നഷ്ടപ്പെടുത്തി. ഇയാളുടെ ഈ PV അൻവറിന്റെ വാക്ക് കേട്ട് ആ വീട് എല്ലാം പൊളിച്ചു മാറ്റി. ഇപ്പോൾ ഒന്ന് കയറി കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ നിർധനരായവരാണ് ഈ സംസാരിച്ച ഓരോരുത്തരും. അതിൽ ഒരു സംശയവുമില്ല. PV അൻവർ എന്ന നേതാവിനെ അല്ലെങ്കിൽ മുൻ MLA വിശ്വസിച്ച ആളുകൾ പെരുവഴിയിലാണെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അത് കൂടുതൽ ആളുകൾ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ. നമ്മളെ തന്നെ നേരിട്ട് പലരും കോൺടാക്ട് ചെയ്യുന്നു, വിളിക്കുന്നു. ഇത്തരത്തിൽ വഞ്ചിതരാക്കപ്പെട്ടു എന്ന് അവർ ആവർത്തിച്ച് തന്നെ പറയുമ്പോഴും അൻവർ പറയുന്നത് താൻ ഏറ്റെടുത്ത മുക്കാൽ ഭാഗവും വീടുകളുടെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഇനി വാർപ്പ് മാത്രമാണ്
ബാക്കിയുള്ളത് എന്നുള്ള നിലയിൽ ഇന്നലെ പ്രതികരിച്ചിരുന്നു അദ്ദേഹം. നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ ചേലക്കരയിൽ അദ്ദേഹം നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ വിലയിരുത്തട്ടെ. എവിടെയാണ് വാർപ്പ് വരെ എത്താൻ പരുവത്തിൽ ഒരു നിർമ്മാണം നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ. മറ്റൊന്നുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആളുകൾ തന്നെ നമ്മളോട് നടത്തിയ പ്രതികരണങ്ങളിൽ പറയുന്നു, അവർ സ്വന്തം വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടി അവർ ഭവന നിർമ്മാണത്തിന് തുടക്കമിട്ട് സാമ്പത്തിക പ്രതിസന്ധി മൂലം മുടങ്ങിപ്പോയ പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ ഇറക്കി വെച്ച കല്ലും മണ്ണും കട്ടയും അടക്കമുള്ള നിർമ്മാണ സാമഗ്രികൾ അവർ വാങ്ങിവെച്ച പണം ഉപയോഗിച്ച് വാങ്ങിവെച്ച സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 2-3 ദിവസം പോയി ചില തൊഴിലാളികളെ കൊണ്ടുപയോഗിച്ച് അവരുടെ സാധനങ്ങൾ ഉപയോഗിച്ച് അത് കട്ട കെട്ടുകയോ അല്ലെങ്കിൽ തറ കെട്ടുകയോ ഒക്കെ ചെയ്തതൊഴിച്ചാൽ അൻവർ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അൻവർ പറഞ്ഞത് എൻ്റെ സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം സ്വന്തം പൈസ പോക്കറ്റിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ടാകാം, പക്ഷേ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട്, ആർക്കൊക്കെ വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്, എത്ര വീടുകൾ നിർമ്മിക്കാൻ ആളുകളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഇതൊക്കെ പറയാൻ കൂടിയുള്ള ബാധ്യസ്ഥനാണ് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്ക് നമ്മൾ ചോദിക്കുന്നില്ല, പക്ഷേ ജനങ്ങളുടെ മനസ്സിലുണ്ട് എത്ര രൂപ അൻവർ ഇതിനു വേണ്ടി ചെലവാക്കി, എത്ര വീടുകൾ നിർമ്മാണം നടത്തി, ഏത് ഘട്ടം വരെ നിർമ്മാണം എത്തി എന്ന്, ഏത് നിലയിലാണ് നിർമ്മാണം ആരംഭിച്ചതെന്നുമൊക്കെ അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുത്തരം പറയാൻ കൂടി ബാധ്യസ്ഥനാണ്. ഏതായാലും അദ്ദേഹം ഇന്നും മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾക്ക് ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇത്തരം കണക്കുകൾ കൂടി അവതരിപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മനുഷ്യർ അവർ ജീവനോടുകൂടി തന്നെ ചേലക്കരയിലെ 9 പഞ്ചായത്തുകളിലുമുണ്ട്. അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് എത്ര രൂപ അവർക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആളുകൾ എല്ലാവരും തന്നെ ഈ അൻവറിന്റെ വാക്കിൽ വിശ്വസിച്ച് വഞ്ചിതരായവെന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ. അപ്പൊ ചോദിക്കുന്ന ചോദ്യം, ഈ ചേലക്കരയിൽ 1000 വീട് വെച്ചു കൊടുക്കാന്ന് KPCC പറഞ്ഞില്ലേ, എന്നിട്ട് വീട് വെച്ചു കൊടുത്തോ? അതാണോ ഇവിടുത്തെ ചോദ്യം? PV അൻവർ പറഞ്ഞ് വീട് പൊളിച്ച് അവർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിൽ ഇത്രയും കുടുംബങ്ങൾ നിൽക്കുമ്പോൾ മറ്റവർ ഈ ഒരു വാഗ്ദാനം കൊടുത്തില്ലേ, ഇവർ ഈ വാഗ്ദാനം കൊടുത്തില്ലേ എന്നാണ് PV അൻവർ ചോദിക്കുന്നത്. മാത്രമല്ല ഓരോ വീടും വാർപ്പിന്റെ ഘട്ടത്തിലെത്തി എന്ന് പറയുന്നത്. അതിൽ ഏത് വീടാണ് ഈ ലെവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല ആ ദൃശ്യങ്ങളൊക്കെയും, അതിൽ ഏത് വീടാണ് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്? സേതു, ഒരു വീടും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അല്പമെങ്കിലും ധാർമ്മികതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം പറയാൻ തയ്യാറാകണം. ചേലക്കരയിൽ ഈ മനുഷ്യർക്ക് മുന്നിലേക്ക് എത്തി പറയാൻ തയ്യാറാകണം. അദ്ദേഹം ഒരു വീടും വാർപ്പ് വരെയുള്ള ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി ഈ മനുഷ്യർക്ക് കൺമുന്നിലുണ്ട്. നമ്മൾ അത് നേരിട്ട് പരിശോധിക്കുകയും ചെയ്തതാണ്. അൻവർ പണി പൂർത്തിയാക്കി നൽകാമെന്ന് പറഞ്ഞ് ആരംഭിച്ച് ഒരു പകുതി വഴിയിൽ ഇട്ടിട്ട് പോയൊരു വീടുണ്ട്. അത് ചേലക്കരയിലാണ്. ആ വീട്ടുകാരുടെ ദയനീയ അവസ്ഥ കണ്ട് നാട്ടുകാരും അവിടുത്തെ പള്ളി കമ്മിറ്റിയും ചേർന്ന് പിരിവെടുത്ത് സമാഹരിച്ച് ആ വീട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ആളുകൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് അൻവർ പറഞ്ഞത് താൻ വീടെടുത്ത് പൂർത്തീകരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. ആ ആളുകൾ തന്നെ അത് നിഷേധിക്കും. ഏതായാലും കൂടുതൽ ആളുകൾ ഈ പരാതി ഉന്നയിച്ച് മുന്നോട്ട് വരികയാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം തന്നെ ചേലക്കരയിലുണ്ട്. നിരവധി ആളുകളെ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യരെ സംബന്ധിച്ചുകൊണ്ട് അവരെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജീവിതം നയിക്കുന്ന ആളുകൾ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളുകൾ, കഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ കാണേണ്ടി വരുന്നത്. കാരണം പാവപ്പെട്ട മനുഷ്യർ, അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരെയും കണ്ടാൽ നമുക്കറിയാം പാവപ്പെട്ട മനുഷ്യരാണ്. ഇങ്ങനെ PV അൻവറിനെ പോലെയൊക്കെ ഒരാൾ വന്ന് പറയുമ്പോൾ ഞാൻ വീട് വെച്ച് തരാമെന്നൊക്കെ പറയുമ്പോഴത്തേനും അവർ സ്വാഭാവികമായിട്ട് വിശ്വസിച്ച് പോകുമായിരിക്കും. കാരണം സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക, ഒരു വീട് വയ്ക്കാൻ ഗതിയില്ലാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. നമ്മുടെ ഓരോരുത്തരും, ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു വലിയൊരു നാളത്തെ ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുക. എന്നൊക്കെയുള്ള നമ്മുടെ ഒക്കെ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ സഹായിക്കാൻ ഒരാൾ വരുമ്പോൾ, അതും PV അൻവറിനെ പോലെയൊക്കെയുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഫൈലുള്ള ഒരാൾ വന്ന് ഈ ഞാൻ നിങ്ങളെ സഹായിക്കാം, എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു വരികയും അതിന് ചർച്ചകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വസിച്ച് പോകുന്നേ. അവരെല്ലാം വീടുകൾ പൊളിച്ച് ഈ വാക്കിൽ വിശ്വസിച്ച് നിന്നവരാണ് ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അതിനുശേഷം വന്ന് PV അൻവർ നടത്തുന്ന ന്യായീകരണം, അതും നിങ്ങൾ ഇന്നലെ കേട്ട് തന്നെയായിരിക്കും. ഈ മറ്റുള്ളവരെയൊക്കെ പഴിക്കുകയാണ്. KPCC 1000 വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്നിട്ട് എവിടെയും ചോദിക്കുക അതിപ്പോൾ PV അൻവറിന്റെ വിഷയമാണോ? KPCC അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് പിന്നീട് കാണാം, അതിന്റെ വിഷയം കാണാം. പക്ഷേ PV അൻവറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് പറയാൻ ഉത്തരങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്.
കഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ. PV അൻവറിന്റെ കാര്യം ഈ എത്ര സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ലെവിൻ കെ വിജയനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമുക്ക്